രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അല്ലയോ മഹർഷി, കഥം പദ്ഭ്യാമിഹ പ്രാപ്തോ കിമർത്ഥം കസ്യ വാ മുനേ വരായുധ ധരോ വീരോ കസ്യ പുത്രോ മഹാമുനേ. അല്ലയോ വിശ്വാമിത്ര മഹർഷി, ഈ കുഞ്ഞുങ്ങൾ ഇത്രയും ദൂരം നടന്നെങ്ങനെയാ അവിടെ വന്നേ? ജനകന്റെ ഹൃദയത്തിൽ ആ കുഞ്ഞുങ്ങളോട് തോന്നുന്നതായ ആ വാത്സല്യത്തിന്റെ അതിരേകം, ഇത്രയും ദൂരം നടന്നാ വന്നിരിക്കുന്ന അവരെങ്ങനെയാ നടന്നു വന്നത്? മുതിർന്ന ആളുകൾ നടന്നു വന്നു വെച്ചാൽ മനസ്സിലാക്കാം. ഇവരെങ്ങനെ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതായി വഴിത്താരയിലൂടെ ഇത്രയും ദൂരം നടന്നു വന്നു? ജനകന്റെ കൊട്ടാരത്തിലേക്ക് വിശ്വാമിത്രന്റെ ആ ഒരു ആശ്രമത്തിൽ നിന്ന് വരണമെങ്കിൽ എന്തുമാത്രം ദൂരം നടക്കണം, എത്ര ദിവസങ്ങൾ നടക്കണം, എങ്ങനെ ഇവര് നടന്നു വന്നു എന്ന് മാത്രമല്ല, എന്തിനു വേണ്ടിയിട്ടാ അവർ ഇവിടെ നടന്നു വന്നത്? ജനകൻ വിശ്വാമിത്രനോട് ചോദിക്കുന്നു. വരായുധ ധരവും വീരവും, അവർ പിടിച്ചിരിക്കുന്ന വില്ല് കാണുമ്പോഴേക്കും അറിയാം, സാധാരണ വില്ലുകളല്ല. മനുഷ്യര് തടി കൊണ്ടും മുളക് കൊണ്ടും ഇരുമ്പ് കൊണ്ടും അതേപോലുള്ള പല പദാർത്ഥങ്ങൾ കൊണ്ടും ഇവയെല്ലാം പല അളവിൽ കൂട്ടിച്ചേർത്തും ബലിഷ്ഠമായ വില്ലുകൾ ഉണ്ടാക്കും. അതൊരു വലിയ ശാസ്ത്രമാണ്. വില്ലുകൾ ഉണ്ടാക്കുന്ന, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ശാസ്ത്രമാണ്. മികവുറ്റവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയ മികവുറ്റ ഭൗമമായ വില്ലല്ല കയ്യിലിരിക്കുന്നത്, പരായുധങ്ങളാണ്. വാളും അങ്ങനെ തന്നെ, ആ ആവനാഴിയും അതിൽ അടുക്കി വെച്ചിരിക്കുന്നതായ അമ്പുകളും അങ്ങനെ തന്നെ. ഇങ്ങനെ പരായുധങ്ങളെ ധരിച്ചിരിക്കുന്ന, ആയുധങ്ങളെ കുറിച്ച് നന്നായി അറിയുന്ന ആളാണല്ലോ ജനകൻ, യുദ്ധവീരനാണ് അദ്ദേഹം. അതുകൊണ്ട് ആയുധങ്ങൾ കാണുന്ന മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകും അത് ഏത് തരത്തിലുള്ളതാണ്, എത്രമാത്രം ശക്തിയുള്ളതാണെന്നൊക്കെ മനസ്സിലാകും. അതാണ് വരായുധധരവു എന്ന് തന്നെ പറഞ്ഞ്, ഇല്ലെങ്കിൽ ആയുധധരവു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ഇത് ശ്രേഷ്ഠമായ, ഭൂമിയിൽ ലഭ്യമല്ലാത്ത ദിവ്യമായ ആയുധങ്ങൾ ധരിച്ചവരാണ്. വാൽമീകി ഇതിനകത്ത് പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നു ഇവർ മനുഷ്യരില്ല എന്ന്. വാൽമീകിയുടെ രാമൻ മനുഷ്യനല്ല, നമ്മുടെ കാഴ്ചയ്ക്ക് മനുഷ്യനാണ്. ദശരഥൻ എന്ന രാജാവിന്റെ മകനാണ്. അദ്ദേഹം മനുഷ്യഭാഷ സംസാരിക്കും, മനുഷ്യനെ പോലെ നടക്കും, മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കും, അങ്ങനെ അദ്ദേഹം മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം പരമാത്മാവാണ്. അതാണ് വരായുധധരവും. കയ്യിലിരിക്കുന്ന ആയുധങ്ങള് അത് ദിവ്യങ്ങളായ ആയുധങ്ങളാണ്. മനുഷ്യരുടെ കയ്യിൽ ദിവ്യായുധങ്ങളില്ലല്ലോ. കസ്യപുത്രവോ മഹാമുനെ, ആരുടെ മക്കളാണ് അല്ലയോ മുനെ ഈ രണ്ട് ബാലകന്മാരും? ആ ആള്, ഇവരെ പുത്രന്മാരായി ലഭിച്ച ആ ആള് ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ആ ആള് പരമഭാഗ്യവാനാണ്. കാരണം ആർക്കും ഇതേ പ്രകാരത്തിൽ ഒരു സന്താനങ്ങളെ ലഭിക്കുകയില്ല. അതാണ് കസ്യപുത്രവോ മഹാമുനെ. ഇവര് ഇവിടെ വന്നപ്പോ തന്നെ എന്താ സംഭവിച്ചിരിക്കുന്ന അറിയോ? ഈ നാടിന് ഭൂഷയന്താ വിമം ദേശം ചന്ദ്രസൂര്യ വിവാംബരം. എങ്ങനെയാണോ സൂര്യൻ ആകാശത്തെ അലങ്കരിക്കുന്നത്, അതേപോലെ എങ്ങനെയാണോ രാത്രികാലങ്ങളില് ചന്ദ്രൻ ആകാശത്തെ അലങ്കരിക്കുന്നത്. സൂര്യൻ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുമ്പോഴേക്കും ആകാശം ശുഭദർശനമാണ്. നമുക്കറിയാം അത്. ആകാശത്തിൽ അങ്ങിങ്ങ് പാറി നടക്കുന്ന മേഘമാലകളും പക്ഷികളും ഒക്കെ ഉണ്ടെങ്കിൽ എത്ര രമണീയമാണ്, എത്ര മനോഹരങ്ങളായ ചിത്രങ്ങൾ ഇങ്ങനെ ഉണ്ടായും മറഞ്ഞും ഒക്കെ. മാത്രമല്ല ഉദയസൂര്യനും അസ്തമന സൂര്യനും ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ദൃശ്യങ്ങളാണ്. പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം മുഴുവൻ ആ സൂര്യന്റെ സാന്നിധ്യത്താല് സൂര്യനിൽ നിന്നിട്ട് കൈവരുന്നതുമാണ്. അങ്ങനെ സൂര്യൻ എങ്ങനെയാണോ ആകാശത്തെ
പ്രകാശിപ്പിക്കുന്നത്, ആകാശത്തെ സുന്ദരമാക്കി തീർക്കുന്നത്. രാത്രിയിലാവുമ്പോഴേക്കും ആ ജോലി ചന്ദ്രനാ ചെയ്യുന്നേ. നക്ഷത്രങ്ങളെ കൊണ്ട് നിറഞ്ഞതായ അന്തരീക്ഷം, ആകാശം, അവിടെ ചന്ദ്രൻ എന്തെല്ലാം മനോഹരങ്ങളായിട്ടുള്ള അനുഭൂതികളെ സൃഷ്ടിക്കുന്നു. അദ്ദേഹത്തിന്റെ പരിവേഷങ്ങൾ, പല പ്രകാരത്തിലുള്ള പരിവേഷങ്ങൾ, അദ്ദേഹം ചൊരിയുന്നതായിട്ടുള്ള നിലാവ്, പാലുപോലുള്ള നിലാവ്, അങ്ങനെ സൂര്യനും ചന്ദ്രനും ഏത് പ്രകാരത്തിലാണോ ആകാശത്തെ സുന്ദരമാക്കി തീർക്കുന്നത്, അതേപോലെ ഭൂഷയന്താവിമം ദേശം, ഈ ദേശത്തെ ഈ രണ്ട് ബാലകന്മാരും ആഭരണച്ചാർത്തണിയിക്കുന്നു, അലങ്കരിക്കുന്നു. അവരുടെ സാന്നിധ്യം കൊണ്ട് ദേശം അങ്ങേയറ്റം സുന്ദരതമമായി മാറിയിരിക്കുന്നു. ഇവരുടെ വേഷമോ അങ്ങേയറ്റം മോഹനം. ഇവരുടെ പ്രായത്തെ വിളിച്ചു കാട്ടുന്നുണ്ട്. അവരുടെ കുടുമ കാകവക്ഷ ധരവു വീരവു, ഉച്ചയില് തലമുടി ഇങ്ങനെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ കാകപക്ഷം ധരിച്ചിരിക്കുകയാണ്. അപ്പൊ കൊച്ചുകുട്ടികളാണ് അവര്. യൗവനത്തിലേക്ക് കടന്നിട്ടില്ല, കടക്കാൻ തുടങ്ങുന്നു എന്ന് വ്യക്തം. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളവരായ ഈ രണ്ട് ബാലകന്മാരും ആരാണ് എന്ന് അറിവാൻ എനിക്ക് മോഹം. ശ്രോതും ഇച്ഛാമി തത്വത, അവരുടെ യാഥാർത്ഥ്യം പൂർണ്ണമായിട്ടും. അല്ലേ ഋഷേ, അങ്ങയ്ക്ക് അറിയാം, അത് വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തരണം എന്ന് ജനകൻ വിശ്വാമിത്രനോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോഴേക്കും വിശ്വാമിത്രൻ വളരെയേറെ സന്തോഷായി. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, നിവേദയത് അമേയാത്മാ പുത്രവും ദശരഥസ്യതവും. അമേയാത്മാവായിരിക്കുന്ന ആ വിശ്വാമിത്രൻ ജനകനോട് പറഞ്ഞു, ഈ രണ്ടു കുട്ടികളും ഉത്തരകോസലത്തിന്റെ അധിപതിയായിരിക്കുന്ന, അയോധ്യയിലിരുന്ന് നാടുവാഴുന്ന സൂര്യവംശനായിരിക്കുന്ന ദശരഥന്റെ മക്കളാണ്. ഞാന് അവരെ അവിടെ നിന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാ. എന്തിന്? സിദ്ധാശ്രമ നിവാസം ച രാക്ഷസാനാം വധം തഥ. ഞാൻ എന്റെ സിദ്ധാശ്രമത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. അവിടെ നിന്നിട്ട് ദശരഥനോട് അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിനോടൊപ്പം കുഞ്ഞുങ്ങളെ അയച്ചു. അവരെയും കൂട്ടിക്കൊണ്ട് നേരെ സിദ്ധാശ്രമത്തിൽ വന്നു. അവിടെ അവർ വസിച്ചു. അവിടുത്തെ യജ്ഞത്തെ അവർ സംരക്ഷിച്ചു. യജ്ഞത്തിന് വിഘ്നകാരികളായിട്ടുള്ള രാക്ഷസന്മാരെ, മാരീച സുബാഹുക്കളെയെല്ലാം അവർ തകർത്തു. അങ്ങനെ അവരുടെ ചരിത്രം കേൾപ്പിക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് യജ്ഞം സമ്പൂർണമായി സഫലമായി കഴിഞ്ഞപ്പോ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയാണ്. തത്രാഗമനം അവ്യഗ്രം വിശാലായാശ്ച ദർശനം. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വരിക. ആ വരുന്ന വഴിക്കുള്ളതായ ദൃശ്യങ്ങളൊക്കെ കണ്ടു. വിശാലയിലും ഞങ്ങൾ പോയിരുന്നു, അതിലെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുന്നത്. അങ്ങനെ വരുമ്പോ അഹല്യാ ദർശനം ചെയ്വ, അഹല്യാദേവിയെ കണ്ടു. ഗൗതമാശ്രമത്തിൽ ചെന്നു. വിശാലയിലൂടെ വരുമ്പോഴേക്കും ഗൗതമാശ്രമത്തിലൂടെ മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ചെന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വിശാലയും കണ്ടു. ആ ദേശത്തിലും എത്തി ഞങ്ങള്. അവിടെ നിന്നിട്ട് ഗൗതമാശ്രമത്തിൽ വന്നു. അവിടെ തപസ് ചെയ്യുന്ന, ഈ ലോകത്തിൽ ആർക്കും കാണാൻ കഴിയാത്ത രീതിയിൽ തപസ് ചെയ്യുന്ന ദേവി അഹല്യയെ കണ്ടു. എന്നിട്ട് ഗൗതമ ഋഷിയെയും കണ്ടു. ഗൗതമൻ ആ അവസരത്തില് അവിടെ ഹിമാലയത്തിൽ നിന്ന് എത്തിച്ചേർന്നു. അങ്ങനെ ഗൗതമനുമായിട്ട് കൂടിക്കാഴ്ചയും ഉണ്ടായി. അല്ലയോ രാജാവേ, ഇതാണ് ഈ രാജകുമാരന്മാർ. അവർ ദശരഥന്റെ മക്കളാണെന്നും ഇത്രയേറെ സാമർഥ്യമുള്ളവരാണെന്നും അവിടെ വിശ്വാമിത്രൻ ജനക മഹാരാജാവിനെ കേൾപ്പിച്ചു. നേരത്തെ തന്നെ ആ ബാലകന്മാരിൽ അങ്ങേയറ്റം ആകൃഷ്ടനായി പോയ ജനകന് ഇതുകൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ആകർഷണ ശക്തി കൂടുതൽ തന്നെ ആ ബാലകന്മാരിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചല്ലോ. അതിന് മറുപടി പറയാണ്, മഹാധനുഷി ജിജ്ഞാസാം കർത്തും ആഗമനം തഥാ.